അപ്പൊ എല്ലാ ഭർത്താക്കന്മാരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭാര്യമാരെ ഒന്ന് ഒരുക്കി ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മേക്കപ്പ് മാൻ. ഞാൻ മേക്കപ്പ് മാൻ. കെട്ടിയാൻ ഒരിക്കൽ എങ്ങനെ ഇരിക്കും നോക്കാം. ആദ്യമായിട്ട് ചെയ്യൊരു കണ്ണു പോലും ഇതെനിക്ക് എഴുതി തന്നിട്ടില്ല, ഒരു പൊട്ട് പോലും തൊട്ട് തന്നിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യാൻ പോവാ. ഈ വർഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് മാറ്റാം. അത്രയും സുന്ദരിയാക്കി കാണാം നമുക്ക്. യെസ്, വാച്ച്. ആദ്യം മുടിന്നാണോ തുടങ്ങുന്നത്? അല്ല, ആദ്യം റെഡിയാക്കി വെക്കണം. ആദ്യം മുഖം കഴിഞ്ഞിട്ടാണ് മുടി. ആദ്യം എന്താണ് തുടങ്ങുന്നേ? ആദ്യം ക്രീം എല്ലാം ഇട്ട് പൗഡർ എല്ലാം സെറ്റ് ആക്കി ഫിനിഷ് ആക്കിയിട്ടാണ് കണ്ണും ഇതെല്ലാം എഴുതുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ്. ആദ്യം എന്തോ സാധനം എന്തുവാ? ഇതാണ് പീച്ച് മിൽക്കിന്റെ ക്രീം മോയ്സ്ചറൈസർ. നമ്മക്ക് ഇതൊന്നും അറിഞ്ഞു, നമ്മളതൊന്നും ഇട്ടിട്ടില്ല. ആര് പറഞ്ഞു? പെമ്പിള്ളേരെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. കൊറേ ചെട് അതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ഇടും. അത് ഒരുക്കണോണ്ട് കോൺസെൻട്രേഷൻ പോകും. പപ്പയുടെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടോണം. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും ഡൽഹിയിൽ ഒരുങ്ങണമെങ്കിൽ എന്നെ വിളിക്കാം. ഇത് ഇട്ടിട്ടൊരു വ്യത്യാസം വന്നില്ലല്ലോ, വെളുത്തില്ല. ഇത് വിടണോ? ഇതെന്തിന്? അടുത്തത് മാമ എർത്തിന്റെ എന്റെ സെറം തീർന്നു. സെറത്തിന് വരുന്ന അതാണ്. സെറം ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നില്ല. എല്ലാം കുറച്ച് ആവശ്യത്തിന് മതി. മസാല കുറച്ച്, അതാണ്. ഉപ്പ് കുറച്ച്, അല്ലേ? പോരുത്. ഒന്നുമില്ല, അടിപൊളിയാക്കണം. നിന്നെ സുന്ദരിയാക്കണം ഞാൻ. നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഡോക്ടർമാർ ഇങ്ങനെ ഞെട്ട് നിന്നെ കണ്ടിട്ട്. അത്ര സെറ്റപ്പ് ആക്കി നിന്നെ ഒരുത്തി അങ്ങനെ കിടത്തയാണ്. അതേണ കിടത്തയില്ല നിന്നെ ഒരുക്കി. ഇപ്പൊ ഒന്ന് വെളുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫേസ് പൗഡർ ഒന്ന് മിനുക്കാം, ഒന്ന് സെറ്റപ്പ് ആക്കാം. ഇതിന്റെ സാധനം എവിടെ? മകളോട് ചോദിക്കേണ്ട സാധനം എവിടെ? ഇതിന്റെ സാധനം എവിടെ? ഇത് ഞാൻ എങ്ങനെ ഇടും? കോമ്പാക്ട് പൗഡർക്ക് കൈ വെച്ചിടേണ്ട അവസ്ഥയാണ്. റോസ് പൗഡർ ഇല്ല ചോപ്പിക്കാൻ. എനിക്കിഷ്ടമല്ല. അതിന് ലിപ്സ്റ്റിക് ഇട്ട് ബ്ലഷ് ഇട്ടാ മതി. ഓഫ്, പാടാ. നോക്കാം. എന്റെ ഒരിക്കൽ നിനക്ക് അറിയാലോ, കാരണം എന്റെ ഒരിക്കലാണ് നീ വീണത് തന്നെ. ആര് വീണു? എനിക്ക് ആദ്യമായിട്ടല്ലേ ഇപ്പൊ ഒരുക്കി തരുന്നേ. ഒന്നുമില്ല ഗൈസ്, അടിപൊളിയാക്കും ഗൈസ്. ഞാൻ ലൈവ് അല്ല ഇത്. അത് മതി, കുറച്ച് മതി. തോനെ ആയിക്കഴിഞ്ഞാൽ വൃത്തികേടാവും. ഞാനല്ലേ ഒരുക്കണത്, എനിക്കറിയാലോ എന്തൊക്കെ ഇടണം എന്തൊക്കെ ഇടണ്ട. അടുത്ത ഇതാ, അതെന്തോ സാധനം? ലിപ്സ്റ്റിക്. ഏറ്റവും ലാസ്റ്റ് അടുത്ത ഐബ്രോ ഇടാം, ലിപ് ബാം ഇടാം. ലിപ് ബാം ഇതെല്ലാം കണ്ണും പുരുവും എല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞാനാണ് ഒരുക്കണത്, നീയല്ല. അടുത്തത് നമുക്ക് ഡോട്ട് ആൻഡ് കെ. ഓക്കെ, ഇതിന്റെ അകത്തൊന്നും ഇല്ലേ? തീർന്നു ഗൈസ്. ഗൈസ് വന്നു ഗൈസ്.
നൈസ്, കുറച്ച് വന്നു. യെസ് 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 യെസ്. അതായത് നമ്മൾ പെയിന്റ് അടിക്കുന്ന കണക്കാ, ബോർഡർ പിടിച്ചടിക്കണം, അല്ലെങ്കിൽ വെളിയിലാവും. അതായത് അത്രയും നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അത്രയും പ്രശ്നങ്ങളുള്ളതാണ്. അപ്പൊ എല്ലാ ഭർത്താക്കന്മാരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭാര്യമാരെ ഒന്ന് ഒരുക്കി ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവും. എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, എന്നിട്ട് കുറെ എന്തൊക്കെയോ പേരുകളുണ്ട്. അടുത്തതായി ഐബ്രോ. ഐബ്രോ എഴുതാൻ ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുണ്ട് എനിക്ക്. കൂട്ടുപിരിയ വരയ്ക്കട്ടെ. വേണ്ട, എനിക്ക് ഒത്തിരി കറുപ്പിച്ച് എഴുതരുത്. ഞാൻ വെറുതെ സംസാരിക്കണാണ്, അവരങ്ങോട്ട് കേൾക്കുന്നില്ല. ഞാനിപ്പോ വരാൻ കേട്ടോ അങ്ങോട്ട്. ഓ കട്ടപിരിയായല്ലോ. അത് അങ്ങനെ വരയ്ക്കരുത്. എനിക്ക് അങ്ങനെ വരയ്ക്കുന്ന എന്റെ ഇത് ചെയ്തില്ല. തുടച്ചു കളയണം ലാസ്റ്റ്. തുടച്ച പോവൂ. നൈസായിട്ട് വരയ്ക്കാവുള്ളൂ ഇങ്ങനെ. ഇല്ല, ഒന്നും കൊളാവൂല. നീ മിണ്ടാ, നിന്റെ പണി നോക്കി നീ പോ. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പപ്പേന് പപ്പേനെ കാണാൻ പറ്റുന്നുണ്ട്. മമ്മി രണ്ടുപേരും കാണാൻ പറ്റുന്നുണ്ട്. അലക്കണ്ട. ഓക്കേ ഗായ്സ്, പുരികം ഈ പുരികം കൂടുതലാണോ? ഇല്ല, വിട്. കൂടുതല. ഐലൈനർ ഐലൈനർ ആണ് ഗൈസ്, റിസ്ക് പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഫസ്റ്റ് ആദ്യമായിട്ടാണ്. ഇനി എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങള് കണ്ടേ പറ്റൂ. കണ്ണടച്ചിട്ട് ഞാൻ എങ്ങനെ വരയ്ക്കും? കണ്ണടച്ചില്ലേ ഐലൈനർ എഴുതുന്നത്? ആദ്യം മുകളില